ഈ പ്രസിദ്ധീകരണങ്ങൾ, അതായത് ഈ സന്നദ്ധ സംഘടനകൾ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായെങ്കിൽ, അവർക്ക് വെബ്സൈറ്റ് ഉണ്ടായെങ്കിൽ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടായെങ്കിൽ, ഒപ്പം ഏതാണ്ട് ഒരു വർഷത്തോളമായി അവർ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, ഇതെല്ലാം കൃത്യമായി സമർപ്പിക്കണം, അതിൻ്റെ രേഖകൾ നൽകണമെന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ അതൊരു മോണിറ്ററിങ്ങോ നിയന്ത്രണമോ ആയി മാറുന്നുണ്ട്. സർക്കാരിന് അതിന് വാദമുണ്ട്. ഈ പല ആർട്ടിക്കിളുകളും വരുന്നത് ദേശവിരുദ്ധ സ്വഭാവത്തോടു കൂടിയാണ്. വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ താല്പര്യമോ അല്ലെങ്കിൽ ഈ സംഭാവന നൽകുന്ന സംഘടനകളോ വ്യക്തികളോ അത്തരത്തിലുള്ള ആളുകളുടെ ഇന്ത്യാവിരുദ്ധ നിലപാടുകളോ ഒക്കെ ഇന്ത്യയിൽ ഈ പ്രസിദ്ധീകരണങ്ങളിലൂടെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് അവർ അതിന് പറയുന്ന വിശദീകരണം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പല സാമുദായിക വിഭാഗങ്ങളും അവരുടേതായ പ്രസിദ്ധീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനും മോണിറ്ററിംഗ് വരുന്നു, അതിനൊരു നിയന്ത്രണം വരുന്നു. ആ എഡിറ്റോറിയലിന്മേൽ കത്തിവെക്കുന്ന ഒരു സമീപനമാണ് അത് എന്ന ആശങ്കയടക്കം പറയുകയാണല്ലോ. അഭിലാഷ, തീർച്ചയായും അങ്ങനെയാണ്. വലിയ ആശങ്കയെ അവർ പറയുന്നത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണോ എന്ന സംശയമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ BJP വൃത്തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഡാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തെറ്റ് ചെയ്തവർ മാത്രം ഭയപ്പെട്ടാൽ മതി, തെറ്റ് ചെയ്യാത്ത ഒരാളും ഇതിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. അതായത് രാജ്യവിരുദ്ധ ലേഖനങ്ങളോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ മതപരിവർത്തനം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഉണ്ടായാൽ ഫലത്തിൽ എന്തായാലും ഒന്നുറപ്പാണ്, ഈ ഉത്തരവ് പ്രകാരം ഈ FCRA ഫണ്ട് വാങ്ങുന്ന മുഴുവൻ സംവിധാനങ്ങളെയും നിരീക്ഷിക്കാൻ അതിനൊരു വലിയ സംവിധാനമായി കേന്ദ്ര സർക്കാർ ഇതിനെ കൊണ്ടുവരുന്നത്. അതിന് പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന മണിപ്പൂരിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട് അയാൾക്ക് വന്ന ഫണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവരുന്നത് എന്നാണ് ആ ഘട്ടത്തിൽ BJP നേതൃത്വമൊക്കെ വിശദീകരിച്ചിരുന്നത്. എന്തായാലും മറ്റൊരു വിശദീകരണം കൂടിയുള്ളത്, ഇങ്ങനെ കേവലം ക്രൈസ്തവ സംഘടനകളെ മാത്രം ലക്ഷ്യമിട്ടല്ല, ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് നിയന്ത്രണം വേണം, അതിന് ചട്ടവും നിയമവും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരുന്നത്. മാത്രമല്ല, ക്രൈസ്തവ സഭകൾ മാത്രമാണ് ഫലത്തിൽ ഈ വിഷയത്തിൽ ഒരു ആശങ്കയോ പ്രതിഷേധമോ ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP-യെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ ഒരു മത പരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തങ്ങളെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇത് മതത്തിന്റെ ഒരു വിവേചനമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പല ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്ന സാഹചര്യവും അന്ന് ഉണ്ടായത്. എന്തായാലും ഇപ്പോഴും അവരുടെ ആശങ്ക പക്ഷേ അങ്ങനെ അതിശക്തമായി പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഉത്തരവ് പുറത്തു വന്ന ശേഷം അത്രയധികം ശക്തമായി രാഷ്ട്രീയ ആരോപണമായ ഒരു ഏറ്റുമുട്ടലിന്റെ സ്വഭാവത്തിലേക്ക് സഭകൾ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്, പക്ഷേ പലതും പരിഹരിക്കണമെന്ന് പറയുന്നുണ്ട്. അവർ ഒരുമിച്ച് ആലോചിച്ച ശേഷം ഒരു പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. പക്ഷേ വാക്കുകൾ മാറിയിരിക്കുന്നു. അന്നുണ്ടായ മൂർച്ച ഈ ഘട്ടത്തിലില്ല. ഫലത്തിൽ ഇതൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ഇനി കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. കാരണം ഈ സഭകൾ ഒന്നാകെ BJP കാര്യമായി സഭകളെ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സഭകൾ ഒന്നാകെ എതിർത്ത് വരുന്നു. തെരഞ്ഞെടുപ്പിലും അതിൽ ഗുണം ഫലത്തിൽ ഒരു തരത്തിലും ഉണ്ടായില്ല എന്നൊക്കെ കൂടിയുള്ള കണക്കുകൂട്ടൽ BJP-യെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ ഘട്ടത്തിൽ സഭകളുടെ ആശങ്കയൊന്നും പരിഹരിക്കാതെ, പ്രത്യേകിച്ച് ചിന്തിക്കാതെ ഉത്തരവിലൂടെ തന്നെ അത് ഇറക്കുന്നതിന് പിന്നിൽ ഇനി സഭകൾ എങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും എന്ന ഒരു കടുംപിടുത്തം ഇതിൽ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ഒരു കർക്കശമായ നിലപാട്, അതായത് ശ്രീജിത്ത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു, ലോക്സഭയിലേക്ക് വന്നിരുന്നു. അതിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റായ ഭേദഗതികളായിരുന്നു. പ്രത്യേകിച്ച് ഈ FCRA ചട്ടപ്രകാരം പണം വാങ്ങുന്ന ഒരു സന്നദ്ധ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും ലംഘിച്ചാൽ അവരുടെ പൂർണ്ണമായ ആസ്തികൾ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാം എന്നുള്ളതായിരുന്നു അതിലെ ചട്ടം. അതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പടക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിൽ മുന്നോട്ട് പോകാതിരുന്നത് എന്നൊരു പൊതു നിരീക്ഷണമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലം വന്നു. അവിടെ സഭകളും മുസ്ലിം വിഭാഗവും ഒക്കെ കൃത്യമായി UDF-ലേക്ക് കേന്ദ്രീകരിച്ചു എന്നതൊക്കെ ഈ വോട്ട് കണക്കുകൾ നോക്കിയാൽ മനസ്സിലാക്കാം. അത് സഭയ്ക്കും ബോധ്യപ്പെടുന്നു എന്നതാണോ? അതായത് ഇനിയിപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം സഭയുടെ നിലപാടുകൾ പ്രസക്തമല്ല എന്നതിലേക്ക് എത്തുന്നു എന്ന് സഭ തിരിച്ചറിയുന്നു എന്നാണോ?
അങ്ങനെ തന്നെ വേണം ഒരു ചില കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ദീപിക ദിനപത്രത്തിനെതിരെ ഷോൺ ജോർജ് നടത്തിയ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സഭയുടെ നിലപാടാണോ ദീപിക പറയുന്നത്, അങ്ങനെയെങ്കിൽ പിന്നീട് BJP എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ തനിക്ക് ഇങ്ങനെ നിങ്ങൾ തുടരുമ്പോൾ, മറ്റൊരു നിലപാടുമായി തുടരുമ്പോൾ സഹായിക്കാൻ മറ്റ് അമിത്ഷായുടെ ഉൾപ്പെടെ മുന്നിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന് ഷോൺ അന്നൊരു സൂചന നൽകിയിരുന്നതാണ്. ഫലത്തിൽ ഇപ്പോഴും സഭകൾ കാര്യമായി ആവശ്യപ്പെടുന്നില്ല BJP ഇനിയും ഇടപെടണമെന്ന്. പക്ഷേ BJPയും അങ്ങനെ ഈ വിഷയത്തിൽ പിന്നീട് കാര്യമായ മൗനം പുലർത്തുന്നു. പ്രത്യേകിച്ച് ആരോപണമൊന്നും അതിശക്തമായി ഉയരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണത്തെ പോലെ നമ്മൾ താരതമ്യം ചെയ്യുകയാണ്, തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായതുപോലെ. അപ്പൊ സഭയ്ക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കമുണ്ട്. ആ രാഷ്ട്രീയത്തിന് വഴങ്ങിക്കൊടുക്കണ്ട എന്നൊരു തീരുമാനം തന്നെ BJP എടുത്തിരുന്നു. ഇനി സഭയുടെ നീക്കം ആലോചിച്ചുള്ള തീരുമാനങ്ങൾ എങ്ങനെയെന്നുള്ളത് കാത്തിരുന്നു കാണണം. തീർച്ചയായും 28-ാം തീയതി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനാ ദിനം എന്ന നിലയിലൊക്കെ ആചരിക്കുന്നുണ്ട്. അപ്പോഴും ശ്രീജിത്ത് പറയുന്നത് വളരെ പ്രസക്തമാണ്. കാരണം സഭ പലപ്പോഴും ശക്തമായ സമ്മർദ്ദമൊക്കെ ചെലുത്തുകയോ പ്രതിഷേധം അറിയിക്കുകയോ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രതിഷേധങ്ങളുടെ ഒരു സ്വഭാവം, അതിനൊരു ഏകോപന സ്വഭാവം ഉണ്ടോ എന്നതിൽ സംശയമുണ്ട്. അതേസമയം തന്നെ എതിർപ്പുകളും വിയോജിപ്പുകളുമുണ്ട്. അത് കോൺഗ്രസ് ഉൾപ്പെടെ ഏറ്റെടുക്കുന്നു. അതായത് ഡാൻ നേരത്തെ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് KC വേണുഗോപാൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണയടക്കം സഭ ഈ വിഷയത്തിൽ തേടുമോ, തേടിയാലും എത്രത്തോളം വിഷയം മുഖവിലയ്ക്കെടുക്കും കേന്ദ്ര സർക്കാർ എന്നതൊക്കെയാണ്. കാരണം ഇത് ക്രൈസ്തവ വിഭാഗങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇന്ത്യയിൽ FCRA ചട്ടപ്രകാരം പണം സ്വീകരിക്കുന്ന നൂറുകണക്കിന് സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും ട്രസ്റ്റുകളുമുണ്ട്. അതിലേറ്റവും കൂടുതൽ ഹൈന്ദവ സംഘടനകൾക്ക് കീഴിൽ വരുന്നവയാണ് എന്നതാണ്. അപ്പോൾ അവർക്ക് ഇത്തരം പരാതികളോ ആക്ഷേപങ്ങളോ ഇല്ല എന്നുള്ളത് ആയിരിക്കാം ഒരു പക്ഷേ ഉയർത്തി കാണിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.